ഹലോ, നമസ്കാരം. മഴത്തോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ ചെറിയൊരു സർജറിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് ബാലചന്ദ്രനെ കാണണമെന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഡോക്ടറെ കാണുകയുണ്ടായി. അപ്പോഴാണ് പറയുന്നത് നല്ലൊരു ബൈസ്റ്റാൻഡറെ, അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞതാണ്, അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിനെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ബൈസ്റ്റാൻഡറെ ആയിരിക്കണം വൈജയന്തിക്ക് കൂട്ടായിട്ട് നിർത്തേണ്ടതെന്ന്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഡോക്ടറെ അടുത്ത്, ഡോക്ടറെ കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട, ഞങ്ങളുടെ മകള് തന്നെ നിന്നോളും, അവൾക്ക് അതൊക്കെ അറിയാം, അവൾ ആ കോഴ്സൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. ഓ, അപ്പം പിന്നെ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട ബാലചന്ദ്രൻ. സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും നമുക്ക് വൈജയന്തിയെ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ബാലചന്ദ്രന് വളരെ സന്തോഷം വരികയാണ്. ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ വന്ന് വൈജയന്തിയെ കാണുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ സിറ്റുവേഷനും ആ കിടപ്പൊക്കെ കാണുമ്പോൾ ബാലചന്ദ്രന് വളരെ വിഷമമുണ്ട്. കാരണം ഇങ്ങനൊരവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ചല്ലോ, അതിന് പിന്നിലും താൻ്റേതായിട്ട് ചെറിയൊരു കൈയുണ്ടെന്ന് ബാലചന്ദ്രൻ അറിയാം. പിന്നെയെങ്കിലും ബാലചന്ദ്രൻ എന്നൊരു പുരുഷനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഇതെല്ലാം മറച്ചു വെച്ച് ഒരു ഭാര്യയോട് പെരുമാറാൻ കഴിയുക? അതും ആലോചിക്കുമ്പോഴും നമുക്ക് ബാലചന്ദ്രനെ കുറ്റം പറയാൻ കഴിയില്ല. അങ്ങനെ ബാലചന്ദ്രൻ ആലോചിച്ചോരേന്നിങ്ങനെ ആലോചിച്ച് നിന്നതിന് ശേഷം മനുവിനെ വിളിക്കുകയാണ്. മനുവിനോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ മനു പറയുകയാണ്, അങ്കിളെ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുകയാണ്. നമുക്ക് ഉടനെ തന്നെ വൈജാൻ്റിയും അലീനയും തമ്മിലുള്ള സ്നേഹബന്ധം നമുക്ക് കാണാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കൊണ്ടെത്തിച്ചതുണ്ടാവാം. അങ്കിള് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് വന്ന് ആൻറ്റിയുടെ ബൈസ്റ്റാൻഡറായിട്ട് നിർത്താം. അവരമ്മയും മോളും ഒരുമിച്ചുണ്ടാവുന്ന ഒരുപാട് നിമിഷങ്ങളിൽ വൈജയന്തിക്ക് അവളോടുള്ള ദേഷ്യം താനേ ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആൻറ്റിയോട് തുറന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ആൻറ്റിക്ക് തന്നെ തോന്നണമല്ലോ, എന്തുകൊണ്ടും ആൻറ്റിയുടെ കൂടെയുള്ള മക്കളെക്കാളും എന്നെ ഇവളാണല്ലോ സ്നേഹിക്കുന്നത്, ഇവളെപ്പോലൊരു മകൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആൻറ്റിക്ക് തോന്നുന്ന ആ പോയിന്റിൽ നമുക്കതൊക്കെ പറയാം അങ്കിളെ എന്നിങ്ങനെ മനു പറയുകയാണ്. അപ്പോൾ മനുവിനോട് പറയുകയാണ് ബാലചന്ദ്രൻ, മനു, നീ പെട്ടെന്ന് തന്നെ നമുക്ക് അലീനയെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു തരണമെന്ന്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിളെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കൂടി വന്നാൽ 1 മണിക്കൂറിനുള്ളിൽ ഞാനും അലീനയും ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കും. അപ്പം ഇതേ സമയം ഹോസ്പിറ്റലിൽ ശിവനും രാജീവനും ഒക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആരെയാണ് ബൈസ്റ്റാൻഡറായിട്ട് കൊണ്ടുവരുന്നതെന്നോ ഹോം നേഴ്സായിട്ട് ആരെയാണ് ബാലചന്ദ്രൻ നിയമിക്കാൻ പോകുന്നതെന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം ഡോക്ടർ ബാലചന്ദ്രനോട് മാത്രമായിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് സംസാരിച്ചതും ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അതേ സമയത്ത് അവിടെ മനു ഇറങ്ങാൻ നിൽക്കുകയാണ് അലീനയെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ ആ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, എന്താ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് ഉടനെ തന്നെ അലീനയെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്പിറ്റലാക്കി കൊടുക്കണം, എന്നിട്ട് വേണം എനിക്ക് ഡ്യൂട്ടിക്ക് എറണാകുളത്തോട്ട് എത്താനായിട്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ കമലയ്ക്ക് ദേഷ്യം വരാണ്. നീ എന്ത് മണ്ടത്തരാണ് ഈ പറയുന്നത്? കുരുത്തം കെട്ട പെണ്ണുകാരനാണ് ഇപ്പോൾ വനജാൻറ്റി ഹോസ്പിറ്റലിൽ ICUയിൽ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ അവളെ കൊണ്ടുപോയിട്ട് വനജാൻറ്റിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിർത്താനോ? നിനക്കൊക്കെ ബോധമില്ലാണ്ടായോ? അതിനെങ്ങനെയാണ് ബോധം വരുന്നത്? നീയായ വിവരം കേട്ട ബാലചന്ദ്രൻ്റെ വാക്കും കേട്ട് ആ വേലക്കാരി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നീ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അമ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഈ വായെടുത്തിട്ട് ഓരോ വാക്കുകൾ പറഞ്ഞ അലീനനെ വെറുതെ എൻ്റെ മുമ്പിലിട്ട് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. അമ്മനോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അമ്മയ്ക്ക് എന്താ ബോധമില്ലേ? എത്രയെന്ന് വെച്ചിട്ടാണ് പറയണത്? അതൊക്കെ പറഞ്ഞിട്ട് മനു കമലയെ മൈൻഡ് ചെയ്യാതെ തന്നെ കീ എടുത്ത് ഇറങ്ങുകയാണ്. ഉടനെ തന്നെ കാർ എടുത്ത് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വന്ന് ഡോറ് തുറക്കുന്നത് ബബിതയാണ്. അപ്പോൾ ബബിതനോടായിട്ട് മനു ചോദിക്കുകയാണ്, എവിടെ അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ ബബിത പറയാണ്, അല്ലെങ്കിൽ ഇപ്പം മനുവേട്ടനെ ആകെ കയറി വരുമ്പോൾ തന്നെ ചോദിക്കാനുള്ളത് അലീന എവിടെയെന്നാണ്, വേറെ ആരെക്കുറിച്ചും മനുവേട്ടനെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ മനു പറയുന്നുണ്ട്, ബബിത, ഞാൻ തർക്കിക്കാൻ വന്നതല്ല, നിന്നെ കണ്ടു, കൃഷ്ണമോൾ കോളേജിൽ പോയിട്ടുണ്ടാവും എന്നറിയാം, രോഹിത്തും കോളേജിൽ പോയിട്ടുണ്ടാവും എന്നറിയാം,
അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളത് അലീനയല്ലേ. പിന്നെ എനിക്ക് അലീനയായിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പോവാനാണ് ഞാൻ ഇവിടെ ഇപ്പോൾ വന്നത്. അപ്പോൾ നീ തന്നെ പറ, ഞാനപ്പോൾ അലീനയല്ലേ ചോദിക്കേണ്ടത്? അപ്പം ഇത് കേൾക്കുമ്പോൾ ബബിതയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ബബിത ചോദിക്കുകയാണ്, എന്താ എന്താ മനുവേട്ടൻ ഇപ്പം പറഞ്ഞത്? എവിടേക്ക് കൊണ്ടുപോകണം അവളെ? അപ്പോൾ മനു പറയാ, നിനക്കെന്താ ബബിത, നിനക്ക് ചെവിക്ക് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടല്ലേ? അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പോകാനാണ് ഞാനിപ്പോൾ വന്നതെന്ന്. എവിടെയാ അവള്? അത് പറഞ്ഞ് മനു കിച്ചണിലേക്ക് നടക്കുകയാണ്. അപ്പോൾ പിന്നാലെ തന്നെ ബബിത പോയിട്ട് ചോദിക്കുകയാണ്, അവള് കാരനാണ് ഞങ്ങളുടെ അമ്മ ICUയിൽ സർജറി കഴിഞ്ഞപ്പോൾ അഡ്മിറ്റായിട്ട് കിടക്കുന്നത്. അവളെ തന്നെയാണോ മനുവേട്ടൻ ഹോസ്പിറ്റലിലേക്ക് അമ്മയ്ക്കായിട്ട് കൊണ്ടുപോകണത്? എൻ്റെ പൊന്നു ബബിതേ, എനിക്കിപ്പം നിന്നോട് തർക്കിക്കാനോ തല്ലുകൂടാനോ ടൈമില്ല. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കാം. നിൻ്റെ അച്ഛനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഉടനെ തന്നെ അലീനയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. നീ പോയി നിൻ്റെ അച്ഛനെ വിളിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് മനു അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അലീന അവിടെ നിന്നിട്ട് എന്തോ അടുക്കളയിൽ ക്ലീനിങ്ങോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീനോട് മനു പറയുന്നുണ്ട്, അലീന ഒന്ന് വേഗം റെഡിയായി എൻ്റെ കൂടെ വായോ. മനുവേട്ടൻ എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ മനു പറയുന്നുണ്ട്, ഇത്രയും സംസാരം ഇവിടെ കേട്ടിട്ട് നീ അറിഞ്ഞില്ലേ? അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ അത് പിന്നെ ഞാൻ ഒരേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അവിടുത്തെ സംസാരമൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി മനുവേട്ടാ. അതൊന്നും സാരില്ല അലീന. നീ ഒന്ന് പെട്ടെന്നൊന്ന് റെഡി ആയിട്ടൊന്ന് വന്നേ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ നിൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് വേഗം നിൻ്റെ ഡ്രസ്സും ആൻറ്റിയുടെ കുറച്ച് ഡ്രസ്സുകളും നീ ഒന്ന് റെഡി ആയിട്ട് വായോട്ടാ, ഞാൻ കാറിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് മനു കിച്ചണിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നാലെ തന്നെ അലീനയും ഇറങ്ങുകയാണ്. അപ്പോൾ അലീനയ്ക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ മനുവിനോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ മനു വളരെ വെപ്രാളത്തിൽ വേഗം പോകണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ചോദിക്കാനും പേടി. അപ്പോൾ അവൾ വിചാരിച്ചു കാറിലിരുന്ന് ചോദിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾ വേഗം പോവുകയാണ്. പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മനു പറഞ്ഞ പോലെ തന്നെ അമ്മയുടെയും അവളെയും ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തിരിച്ചു വന്ന് കാറിൽ കയറാൻ നേരത്ത് മനുവിനോട് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ, എന്താ പ്രശ്നം? പെട്ടെന്ന് എന്തിനാ അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്? അപ്പം മനു പറയുകയാണ്, എൻ്റെ പൊന്നു പെണ്ണെ, നീ ഒന്ന് കാറിലോട്ട് കയറ്, നിന്നോട് ഞാൻ പോകുന്ന വഴിക്കെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ അത് പറഞ്ഞിട്ട് വേഗം അലീന കാറിലോട്ട് കയറുകയാണ്. മനു അപ്പോൾ ഒന്ന് പതിയെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. അലീനയുടെ ഈ ഒരു വെപ്രാളും മനു പറഞ്ഞായ ഒരു മറുപടിയും കൂടി ആലോചിച്ചിട്ട്. അപ്പോൾ അവൾ കയറിയിരിക്കും. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മനുവേട്ടാ, എന്നോടൊന്ന് പറയുമോ പ്ലീസ്? അപ്പോൾ മനു പറയുന്നുണ്ട്, അലീന ടെൻഷനൊന്നും അടിക്കണ്ട, ആൻറ്റി ഒന്ന് ഓക്കെ ആയി വരികയാണ്. അപ്പോൾ ആൻറ്റിയെ നോക്കാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്നൊരു ബൈസ്റ്റാൻഡറെ നിർത്താൻ പറഞ്ഞു. അപ്പോൾ എല്ലാം അറിയുന്ന ഒരാളെ, ഹോം നേഴ്സ് പോലെ അങ്ങനെ അറിയുന്ന ഒരാളെ നിർത്താനാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അങ്കിൾ ആലോചിച്ചപ്പോൾ ആൻറ്റിയുടെ മകള് തന്നെ ഒരു ഹോം നേഴ്സാണല്ലോ, പിന്നെ എന്തിനാ പുറത്തുനിന്ന് ഒരാൾ? അപ്പം അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം അവളെ ഒന്ന് കാണാൻ പോലും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ രാജീവനോ ശിവനോ സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പം അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, ശിവനും രാജീവനും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ട്. താനിനി വീണ്ടും ചെല്ലുമ്പോൾ അവർ സമ്മതിക്കുമോ? അപ്പം അലീന പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, അയ്യോ മനുവേട്ടാ, ഞാനോ? ഞാൻ വന്നാൽ? അപ്പോൾ മനു ഇങ്ങനെ വല്ലാതെ ഒരു അതിശയത്തോടു കൂടി അവളെ നോക്കുകയാണ്. നീ വന്നാലെന്താ? നീ ആൻറ്റിയുടെ മകളല്ലേ? നിനക്ക് ആൻറ്റിയെ നോക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും ഉള്ളതല്ലേ? അപ്പോൾ അവൾ പറയാണ്, അതെല്ലാം മനുവേട്ടാ, അതെല്ലാം എനിക്കറിയാം. അവിടെ സാറുണ്ടല്ലോ, രാജീവ് സാറും ശിവൻ സാറും ഒക്കെ ഉണ്ട്. എന്നെ കാണുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുക? എനിക്ക് പേടിയാവണു മനുവേട്ടാ. അപ്പോൾ മനു പറയാണ്, നിൻ്റെ അച്ഛനാണ് നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. നിൻ്റെ അച്ഛനോടാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല. നീ നിൻ്റെ അച്ഛനോട് തന്നെ ചോദിച്ചോളൂ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് സമാധാനമാവുകയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛൻ പറയുന്നതിനപ്പുറം ഒരു വാക്ക് വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ്.
അപ്പോൾ ചെല്ലും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ അലീന പ്രതീക്ഷിച്ച പോലെ തന്നെ ശിവനും രാജീവനും അവളെ നേരെ പാഞ്ഞെടുക്കും. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കമല വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ ശിവൻ്റെ അടുത്തും രാജീവിൻ്റെ അടുത്തും, ഇങ്ങനെ മനു പോയിട്ടുണ്ട്, അലീനയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് അവർ തിരിച്ചെത്തും എന്നൊക്കെ കമല പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗം അതിനിടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടേ. അപ്പോൾ അവരൊക്കെ അലീനയായിട്ട് മനു വരുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. വരുന്ന പാടെ തന്നെ അവളെ തിരിച്ചയക്കണം രാജീവ്, നമുക്ക് അവളെ ഇവിടെ കയറ്റാൻ പോലും നമ്മൾ സമ്മതിക്കരുത്, ബാലചന്ദ്രനെ കാണാൻ പോലും അവളെ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര കർശനമായിട്ട് തന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ മനുവിൻ്റെ കാറ് അകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശിവൻ പറയുന്നുണ്ട്, വന്നിട്ടുണ്ട്, മനുവിൻ്റെ കാറാണ് ആ പാർക്കിങ്ങിലോട്ട് പോകുന്നത്, അവളിപ്പോൾ ഇങ്ങോട്ട് വരും, നമുക്കിപ്പോൾ തന്നെ അവളെ തടഞ്ഞ് തിരിച്ചയക്കണം എന്ന് പറയും. അപ്പോൾ മനുവും അലീനയും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ശിവൻ്റെയും രാജീവൻ്റെയും പിന്നിലായിട്ട് ബാലചന്ദ്രനും ഉണ്ടാവും. അപ്പോൾ ബാലചന്ദ്രൻ അവർ കാണുന്നില്ല. ബാലചന്ദ്രന് ചെറുതായിട്ട് ഇവർക്ക് പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ കാണാതെയാണ് ഇവരോരോ കാര്യങ്ങളിങ്ങനെ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ. അപ്പോൾ ബാലചന്ദ്രൻ അറിയാതെ വേണം ഇവളെ തിരിച്ചയക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവൾ അവിടെ നിന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ മനു പെട്ടെന്ന് ഹായ് അങ്കിൾ എന്ന് ബാക്കിലുള്ള അങ്കിളിനോടായിട്ട് ഹായ് കൊടുക്കുമ്പോൾ ശിവനും ബാലനും കൂടി ഇങ്ങനെ അതിശയത്തോടു കൂടി തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ബാക്കിൽ നിൽക്കുന്ന നമ്മുടെ ബാലചന്ദ്രനെ കാണുമ്പോൾ ഇവർ പെട്ടെന്ന് ഷോക്കാവാണ്. എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്ത് തന്നെ ബാലൻ വന്നിട്ട് ഇവരോട് പറയുകയാണ്, വായോ അകത്തേക്ക് പോവാം, അലീന വന്നിട്ട് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ശിവൻ ഇങ്ങനെ എതിർത്ത് വരികയാണ്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നിനക്കെന്താ ബാലചന്ദ്ര, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായോ? ഇവളെക്കുറിച്ച് ആലോചിച്ച് ഇവളെക്കുറിച്ചുള്ള ചിന്തകൾ കാരണമാണ് അവളുടെ കാറ് നിയന്ത്രണം വിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത്. എത്ര വർഷമായി അവൾ കാർ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ ആയിട്ടും അവളെ കാറൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടുകയോ മുട്ടുകയോ പോലും ചെയ്തിട്ടില്ല. ഇവൾ വന്ന് അവളെ കുടുംബത്തിൽ കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവൾക്ക് ഓരോ പ്രശ്നങ്ങളായി തുടങ്ങിയത്. ഇനിയും അവൾ ഇവിടെ കയറ്റണം എന്നാണോ പറയുന്നത്? അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ആര് നോക്കണം, എങ്ങനെ നോക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, അതിന് വേറൊരാളുടെ ഔദാര്യവും അവകാശവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അലീനയുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ശിവനും രാജീവനും ദേഷ്യം വരികയാണ്. അപ്പോൾ ശിവനും രാജീവനും പറയുന്നുണ്ട്, ഇത് ഒരു നടക്ക് പോകില്ല ശിവേട്ടാ, ഇതിനെന്തെങ്കിലും ഒരു തട നമുക്കിട്ടേ കഴിയൂ. ഇനി ഇവള് അടുത്ത കളിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ജീവിതത്തിലേക്ക് വൈജ തിരിച്ച് വരാണ്ടിരിക്കാനുള്ള കളികളായിരിക്കും ഇനി ഇവളെടുക്കാൻ പോവുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇവൾക്ക് ആരെയും പേടിക്കണ്ടല്ലോ. ഇവൾക്ക് ബാലചന്ദ്രൻ്റെ വീട്ടിലെ രാജ്ഞിയായിട്ട് അങ്ങോട്ട് വാഴാലോ, ആ കുട്ടികളൊക്കെ അങ്ങോട്ട് പുറന്തള്ളി കഴിഞ്ഞാൽ. അപ്പം ശിവൻ പറയുന്നുണ്ട്, ഇത് നമ്മൾ വിചാരിച്ചോടത്ത് നിൽക്കില്ല, അല്ലെങ്കിലും നമുക്ക് ഉടനെ തന്നെ ഗംഗേട്ടനെ വിവരം അറിയിക്കണം. ഗംഗേട്ടനോട് നമ്മൾ ആക്സിഡൻറ്റ് കേസ് പോലും പറഞ്ഞിട്ടില്ല, ഗംഗേട്ടൻ ടെൻഷൻ അടിക്കണ്ടെന്ന് കരുതിയിട്ട് ഗംഗേട്ടനെ വിളിച്ചെല്ലാം പറയാം നമുക്ക്. എന്നിട്ട് ഗംഗേട്ടനോട് തന്നെ പറയാം, ഇങ്ങനെയൊക്കെയാണ് ബാലചന്ദ്രൻ ഇവിടെ നീക്കുപോക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് തലയിട്ട് ക്ലിയർ ആക്കാൻ നമ്മൾക്ക് ഇപ്പോൾ നമ്മളെ കൊണ്ടാവില്ല, ഗംഗേട്ടനെ തന്നെ വരുത്തണം. അപ്പം ഇതേ സമയത്ത് നമ്മുടെ അലീനയും ബാലചന്ദ്രനും മനുവും കൂടിയും ഡോക്ടർ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഡോക്ടർ കാണുമ്പോൾ തന്നെ ബാലചന്ദ്രനോട് ഹായ് ബാലചന്ദ്രൻ ഇരിക്കൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഡോക്ടർ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മൂത്ത മകൾ അലീന. അപ്പോൾ അലീന ഇങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനെ. അവൾക്കത് കേൾക്കുമ്പോൾ എത്ര കേട്ടാലും അവൾക്ക് മതി വരാത്ത പോലെയാണ് അവൾ ബാലചന്ദ്രനെ നോക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെ നോക്കിക്കോളും, അലീന നോക്കിക്കോളും, വൈജയെ ഒരു കുഴപ്പവും കൂടാതെ നോക്കിക്കോളും. അപ്പോൾ ഡോക്ടർ ഹായ് എന്ന് അവളോട് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, മോൾക്കെല്ലാം ചെയ്യാനറിയോ, മോൾക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ, കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കറിയാം ഡോക്ടറെ, ഞാനങ്ങനെ നോക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഡോക്ടർ അലീനയോട് പറയുകയാണ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൂടി ചോദിച്ചാൽ മതി, നഴ്സുമാരെല്ലാ സഹായവും മോൾക്കുണ്ടാവും കേട്ടോ.
അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ച് പുറത്തിറങ്ങി. മനുവും ബാലചന്ദ്രനും കൂടി അവളെ അമ്മയെ കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഐസുവിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ അകത്തേക്ക് ഒരാൾക്കേ പ്രവേശനമുള്ളൂ. അപ്പോൾ അലീനയോട് പൊയ്ക്കോളാൻ പറയും ബാലചന്ദ്രൻ. അപ്പോൾ അവൾ അകത്ത് ചെന്ന് അമ്മയെ കാണുമ്പോൾ അവൾ കയ്യും മുഖം ഇങ്ങനെ പൊത്തി പിടിച്ചിട്ട് അമ്മയെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. അമ്മയുടെ ഒരു കിടപ്പും ഒരു അവസ്ഥയും കണ്ടിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ, എനിക്ക് എൻ്റെ അമ്മയെ പഴയ പോലെ തിരിച്ചു കൊണ്ടുവരണം, ഞാൻ നോക്കിക്കോളാം അച്ഛാ, എനിക്ക് എൻ്റെ അമ്മയെ വേണം എന്ന് പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ സമയത്ത് അവർ രാജീവനും ശിവനും ഗംഗാധരൻ മേനോനെ വിളിച്ച് വരുത്താനുള്ള തീരുമാനങ്ങൾ, നീക്കുപോക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗംഗാധര മേനോൻ വന്നിട്ടുണ്ടാവുന്ന തീരുമാനങ്ങളും അവരോട് പറയാൻ പോകുന്ന കാര്യങ്ങളും അലീന വൈജയെ നോക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അവർക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു റിലേഷനും എല്ലാം അടുത്ത എപ്പിസോഡിൽ കാണും വരെയും ശുഭരാത്രി.